ശശി തരൂരിന് ഇനിയിപ്പോൾ ഉപരാഷ്ട്രപതി പദം ലഭിക്കും. കാരണം ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി രാജിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ശശി തരൂർ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് ഒരു ഉപരാഷ്ട്രപതിയിലൂടെ രാഷ്ട്രപതിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. കോൺഗ്രസും ശശി തരൂരിന് ഇപ്പോൾ വിപ്പൊക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ശശി തരൂരിൻ്റെ വഴി തെളിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് വാതിൽ തുറന്നു, BJPയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ശശി തരൂര് കുറെ നാളുകളായി കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾക്കെതിരെയും കോൺഗ്രസിനെതിരായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സരിച്ചില്ലേ, കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് മുതൽ ശശി തരൂർ. അപ്പൊ ഇന്നലെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതാണ് അതിൽ കാര്യം. അതായത് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഗതികേടാണത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ഈ വരുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ അംഗീകാരം കൊടുക്കുകയും ഇപ്പോൾ വിശ്വപൗരൻ എന്നൊക്കെ ഒരു പൗരം UN ഇരുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ വിശ്വപൗരൻ എന്ന് പറയാൻ അങ്ങനെ ഒരു ക്വാളിറ്റി ഒന്നും വിശ്വത്തിലുള്ള മനുഷ്യരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശശി തരൂരിന് ഉണ്ടായിട്ടില്ല. ഒരു ഇന്റർനാഷണൽ ഒരു സംവിധാനത്തിൽ അദ്ദേഹം ഇരുന്നിരുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് വന്ന് ഇവിടെ തന്നെ കേരളത്തിലെ തിരുവനന്തപുരത്തിലെ മനുഷ്യരുമായിട്ട് ശശി തരൂരിന് എന്ത് ബന്ധമുണ്ട്? ജയിക്കുന്നില്ല, 4 പ്രാവശ്യമായിട്ട് അല്ല, ജയിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ അടിത്തറയിൽ നിന്നാണ് ആ ജയിക്കണത്. ജയിച്ചിട്ടുണ്ടല്ലോ അവിടെ. വേറെ ആരാണ് ജയിച്ചേക്കണത്? കോൺഗ്രസിന്റെ എത്രയോ ആളുകൾ ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് തന്നെയായിരുന്നു അവിടെ. അല്ലാണ്ട് അതിൽ 2 കാര്യമുണ്ട്. ശശി തരൂരിന് ഈ പറഞ്ഞ ഗുണങ്ങൾ ഉണ്ട്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളല്ല അയാള്. അതുകൊണ്ട് തന്നെ അഴിമതി ആരോപണങ്ങളോ മറ്റോ ഇല്ല. പിന്നെ ഒരു ഇന്റർനാഷണൽ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. സ്വാഭാവികമായും തിരുവനന്തപുരം പോലുള്ള ഒരു നഗരത്തിലെ ഒരു ഇടത്തരക്കാരായ മനുഷ്യരെ സംബന്ധിച്ച് ശശി തരൂർ സ്വീകാര്യനായിട്ടുള്ള ഒരാളായിരുന്നു. അത് കണ്ടറിഞ്ഞ് കോൺഗ്രസ് അദ്ദേഹത്തിന് സീറ്റും കൊടുത്തു. ഇന്ന് പറയുന്ന ശശി തരൂർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ലീഡർ എന്ന നിലയിലാക്കിയത് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസിന് ഇത് ആദ്യമായിട്ടാണോ? എത്ര ആളുകളായി കോൺഗ്രസിനെ പറ്റിച്ച് ഈ കേരളത്തിലെന്ന് ഇപ്പൊ ശശി തരൂർ ആദ്യമായിട്ടായിരിക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇപ്പൊ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന നമ്മുടെ ഗവർണർ, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ? ഒരുപാട് പാർട്ടികളിലൂടെ വന്നതാണ്. അതെ, ഒരുപാട് പാർട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ആണ് അയാൾക്ക് ഏറ്റവും കൂടുതൽ അധികാരം കൊടുത്തത്. ഇനി പോട്ടെ, കേരളത്തിൽ നിന്നുള്ള വേറൊരാളില്ലേ, KV തോമസ്. KV തോമസിന് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ കിട്ടാവുന്ന മുഴുവൻ കാര്യങ്ങളും ഈ തിരുത്ത് കൊണ്ടുകൊടുത്ത് അദ്ദേഹം വാങ്ങിച്ചതാണ്. അവസാനം CPM-ലേക്ക് പോയി. അത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഇനി എനിക്ക് സീറ്റ് മോഹമില്ലെന്ന്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യവും അദ്ദേഹം ഈ സീറ്റിന് വേണ്ടി എറണാകുളം സീറ്റിന് വേണ്ടി ശ്രമിച്ചു. CPM-ൽ നിന്നുകൊണ്ട് ശ്രമിച്ചു, മകൾക്ക് വേണ്ടി ശ്രമിച്ച്. അപ്പൊ MLA ആയി, മന്ത്രിയായി, MP ആയി, കേന്ദ്രമന്ത്രിയായി, എല്ലാം കിട്ടിയതിന് ശേഷം കോൺഗ്രസിനെ വഞ്ചിക്കുക എന്ന് പറയുന്നത് ഒരു ശീലമായി ചില ആളുകൾ എടുത്ത് അഖിലേന്ത്യാ തലത്തിൽ. അതുകൊണ്ടല്ല, അതിനപ്പുറത്തേക്ക് മത്സരിക്കരുതെന്നുള്ള യുവതാരങ്ങൾക്ക് അല്ലെങ്കിൽ യുവ രാഷ്ട്രീയ നേതാക്കൾക്ക് അവസരം കിട്ടണം. ഈ CPM എടുത്ത നിലപാടുണ്ടല്ലോ. ഈ കൊടിക്കുന്നിൽ സുരേഷൊക്കെ പറയുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു വന്നതാണ്. അതെ, അയാൾ ഇപ്പോഴും അയാൾ ജയിക്കുകയും ചെയ്തു. അല്ല, കൊടിക്കുന്നിൽ സുരേഷിനൊക്കെ എത്രയോ പ്രാവശ്യം അക്കോമഡേറ്റ് ചെയ്യണം. എന്നിട്ടും അയാൾ പറയണെന്താ, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ അയാളെ പോലെ തന്നെ അതേ വിഭാഗത്തിൽപ്പെട്ട എത്രയോ ആളുകൾ കോൺഗ്രസിൽ രാപ്പകലില്ലാതെ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഒരു അവസരം കിട്ടാൻ പോലും. ആദ്യഘട്ടത്തിൽ പറയുമായിരുന്നു കടൽക്കിഴവന്മാർ മാറുന്നില്ല, നമുക്ക് അവസരം കിട്ടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇവര് മാറുന്നതുമില്ല. ഇവര് മാറുന്നില്ല. അതായത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചക്കരക്കുടത്തിൽ കൈയിട്ട് തുടങ്ങി. പക്ഷേ ഈ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ ഒരു വിശ്വ പൗരനാണ്. അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് മണ്ഡലത്തിൽ സ്വീകാര്യനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വലിയ വോട്ടുകൾ വാങ്ങി വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. BJP വളരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചിട്ട് പോലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് ശശി തരൂരിനെ കോൺഗ്രസ് അവഗണിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള ആ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ ശശി തരൂരിന്റെ പേര് കൊടുത്തില്ല. ചെയ്യാൻ പാടില്ലല്ലോ. കാരണം ശശി തരൂരിന്റെ പേര് ഒരു പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടിയുടെ തീരുമാനം അനുസരിക്കാൻ ശശി തരൂർ ബാധ്യസ്ഥനല്ലോ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഞാൻ തന്നെ പോയി ലോകം മുഴുവൻ പ്രസംഗിക്കണമെന്ന് ശശി തരൂർ തീരുമാനിക്കേണ്ട കാര്യമില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ കോൺഗ്രസ് എടുത്ത നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് ശശി തരൂർ എടുത്തു.
അതായത് ഒരു സംഘടന, അതന്നെയാണ് നേരത്തെ താങ്കൾ പറഞ്ഞത്, ഒരു അച്ചടക്ക സംഹിത എന്തില്ല, കോൺഗ്രസിനില്ല, ഒരു ഡിസിപ്ലിൻ ഇല്ല. അല്ല, ആ ഡിസിപ്ലിൻ ഇല്ല. ജനാധിപത്യ പാർട്ടിയാന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ നേതാക്കന്മാര് കോൺഗ്രസിന്റെ കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിനെതിരായി വ്യക്തിപരമായി വന്ന് കോൺഗ്രസ് ആരെയാണോ എതിർക്കുന്നത് ആ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ലേ ശശി തരൂർ ചെയ്തത്. സിന്ദൂറിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് ശശി തരൂർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെ തന്നെ ഉപയോഗിക്കാനായിട്ട് BJP തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് ശശി തരൂര് കോൺഗ്രസ് കൊടുത്ത. അപ്പൊ ഒരു പ്രതിപക്ഷ നേതാവ് കൊടുത്ത ലിസ്റ്റ് അംഗീകരിക്കാതെ കോൺഗ്രസിന്റെ ഒരാളെ ശശി തരൂരിനെ ഉൾപ്പെടുത്തുക മാത്രമല്ല കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റും അംഗീകരിച്ചില്ല. അല്ല, ലിസ്റ്റ് അംഗീകരിക്കുന്ന എങ്ങനെ? അത് അഴിമതിക്കാരുടെ പേരാ, 3 പേരുടെ പേരുകൾ. അല്ല, അവര് വേറെ പേര് വേണം. നിങ്ങൾ ഈ ആളുകൾ അഴിമതിക്കാരാണ്, നിങ്ങൾ കോൺഗ്രസിന്റെ 3 പേരെ ഞങ്ങൾ ഉൾപ്പെടുത്താം, പക്ഷെ വേറെ പേര് തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അത് തീരുമാനിക്കാനുള്ള അവകാശം BJPക്ക് അല്ല, BJPക്ക് അല്ല, കേന്ദ്ര നിങ്ങൾ പറയണം പ്രതിപക്ഷത്തു നിന്ന് 3 പേരെ വേണം എന്ന് പറയുമ്പോ ആ 3 പേരെ എടുക്കാൻ പ്രതിപക്ഷം കൊടുക്കുന്ന 3 പേരെയാണ് എടുക്കേണ്ടത്. അത് നിലവിൽ നിലനിൽക്കുന്ന ഒരു ചട്ടമാണ്. ഒരു പാർട്ടിയിൽ നിന്ന് പറയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു സ്ഥാനാർത്ഥി LDFന് CPIക്ക് സീറ്റ് കൊടുക്കുന്നു. CPIക്ക് സീറ്റ് കൊടുക്കുന്ന സമയത്ത് CPI ആരെ നിർത്തണം എന്നുള്ളത് CPMന് താല്പര്യമുള്ള ചിലപ്പോൾ താല്പര്യങ്ങളുണ്ട്, അയാളെ നിർത്തിയാൽ ജയിക്കില്ല എന്നൊക്കെ പറയും. പക്ഷെ CPI തരുന്ന ആളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ല, ഞങ്ങൾ പറയുന്ന ആളെ സ്വീകരിക്കണം എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഏത് ഘടകകക്ഷിയാണ് ആ ഘടകകക്ഷിയുടെ കമ്മിറ്റി തീരുമാനിക്കുന്ന ഇതാണ്. അതുപോലെ പ്രതിപക്ഷം തീരുമാനിക്കുന്ന 3 പേരെ ഉൾപ്പെടുത്തണം. അഴിമതിക്കാരുണ്ടെങ്കിൽ അവരെ മാറ്റി വേറെ 3 പേരെ തരണം എന്ന് പറയുന്നതല്ലാതെ ശശി തരൂരിനെ എടുക്കുകയും ബാക്കി ആളുകളെ മുഴുവൻ തള്ളുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ല, ശശി തരൂർ എന്ന് പറയുമ്പോൾ ശശി തരൂരായിട്ട് അന്ന് മുതൽ BJPക്കും കേന്ദ്ര സർക്കാരിനും ധാരണയുണ്ട്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ശശി തരൂരിനെ ഇങ്ങനെ ലോകം മുഴുവൻ പോയപ്പോഴും അത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയമല്ല വലുത്, രാഷ്ട്രമാണ് വലുതെന്ന് പറഞ്ഞാണ് അദ്ദേഹം പോകുന്നത്. അത് രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് എന്ന് പറയുമ്പോഴും ആ സിന്ദൂർ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന് ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. ആ വിയോജിപ്പുകൾ ഒരു തരത്തിലും പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധത്തിനെതിരെ കോൺഗ്രസ് നിലപാടെടുത്തിട്ടില്ല. പക്ഷെ നമ്മുടെ എത്ര വിമാനങ്ങൾ തകർന്നു എന്നുള്ള ചോദ്യം ചോദിക്കുക മാത്രമല്ലേ ചെയ്തത്. ആർക്ക് വേണ്ടി? പിന്നെ അതുപോലെ തന്നെ അമേരിക്കയിൽ രാഹുൽ ഗാന്ധി എടുത്ത നിലപാടൊന്നും അത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിലപാടൊന്നും അല്ല. അതൊന്നും നമുക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. എന്താ രാഹുൽ ഗാന്ധി എടുത്ത നിലപാട്? രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുത്ത് പാകിസ്ഥാനെതിരായിട്ടുള്ള നിലപാടെടുത്ത് പാകിസ്ഥാനിൽ പോയിട്ട് നമ്മുടെ എത്ര വിമാനങ്ങൾ തകർന്നു ആ വിവരം മറച്ചു വെച്ചു എന്ന് പറയുന്നതാണ് രാഹുൽ ഗാന്ധി എടുത്ത ഒരു നിലപാട്. അതല്ലാതെ രാഹുൽ ഗാന്ധി യുദ്ധത്തിനെതിരായിട്ട് സംസാരിച്ചിട്ടില്ല. സിന്ദൂറിൽ അക്രമികൾ ആക്രമിച്ച വിഷയത്തില് അക്രമികൾക്ക് അനുകൂലമായിട്ടല്ലല്ലോ സംസാരിച്ചത്. സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് പോലും രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല. പാകിസ്ഥാനുമായി യുദ്ധം ഉണ്ടായപ്പോ നമ്മുടെ വിമാനങ്ങൾ തകർന്ന വിഷയം, അതായത് കോടിക്കണക്കിന് രൂപ. നമുക്കിപ്പോ രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ അനുകൂലമായിട്ട് രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? ഇല്ല, ആരും സംസാരിച്ചിട്ടില്ല. ഈവൻ CPM പോലും സംസാരിച്ചില്ലല്ലോ. തുർക്കി പോലും നിലപാടുകൾ മാറ്റിയല്ലോ. തുർക്കി പോലും നിലപാടുകൾ മാറ്റി. അല്ല, CPM യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടുള്ള ഒരാളാണ്. ഇവിടെ M സ്വരാജാണ് അതിൽ ആകെ ഒരു അഭിപ്രായം പറയുന്നത്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി എന്ത് ചെയ്തു? ആ നിലപാട് നിലപാടൊന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിലപാടുകളൊന്നും അല്ല. അതാ പറഞ്ഞല്ലോ, CPMന്റെ കേന്ദ്ര കമ്മിറ്റി മാത്രമാണ്. കേന്ദ്ര കമ്മിറ്റി ഹമാസിന് അനുകൂല നിലപാട് പ്രകടിപ്പിക്കുകയും ഇവിടെ യുദ്ധം നടന്നപ്പോൾ യുദ്ധം എന്തിനെന്ന് ചോദിക്കുകയും ചെയ്ത സ്വരാജിനെ ഒന്നും നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പോലും പറ്റത്തില്ല ഈ ചർച്ച. ഞാൻ ആ കാര്യമല്ല പറഞ്ഞു. ആ വിഷയത്തിൽ നമുക്ക് തർക്കത്തിലേക്ക് വേറെ പോകാം. പക്ഷെ ഇവിടെ പറഞ്ഞത് CPMന്റെ കേന്ദ്ര കമ്മിറ്റിയും കോൺഗ്രസിന്റെ ആൾക്കാരും ഈ സിന്ദൂർ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടും ആരും എടുത്തിട്ടില്ല. അപ്പൊ ശശി തരൂര് കോൺഗ്രസ് എടുത്ത സംഘടനയ്ക്കുള്ളിൽ നിൽക്കേണ്ട ശശി തരൂര് ഞാൻ എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് വലിയ രീതിയിൽ അങ്ങോട്ട് ചെയ്തു. ഇനി എന്താണ് ശശി തരൂരിന് കിട്ടാൻ പോകുന്നത്? ശരി, ശശി തരൂരിന് എന്ത് കിട്ടും? ഒരു ഉപരാഷ്ട്രപതി കിട്ടാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ രാഷ്ട്രപതി തന്നെ കിട്ടിയെന്ന് വിചാരിക്കുക. കോൺഗ്രസിൽ നിൽക്കുന്ന അംഗീകാരം അതുകൊണ്ട് BJPയുടെ ഒരു സ്റ്റാൻഡിലേക്ക് പോയാൽ പിന്നെ ഈ പറഞ്ഞ ശശി തരൂരിന് കിട്ടുമോ? കിട്ടില്ല. കാരണം ശശി തരൂർ എന്നും പറഞ്ഞുകൊണ്ടിരുന്നൊരു ജനാധിപത്യത്തെക്കുറിച്ചാണ്. തീവ്ര ഹിന്ദുത്വത്തിനെതിരാണ്. ഹിന്ദുത്വത്തിനെതിരല്ല അദ്ദേഹം, തീവ്ര ഹിന്ദുത്വത്തിനും BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും എതിരായിട്ടുള്ള പുസ്തകം ഇറക്കിയ ഒരാളാണ്. സ്വന്തം ആശയം നഷ്ടപ്പെടുന്ന, സ്വന്തം എക്സിസ്റ്റൻസ് നഷ്ടപ്പെടുന്ന ഒരു സ്വഭാവവും ഒരു മുഖമല്ല പിന്നെ ഉണ്ടാവുന്നത് ശശി തരൂരിന്. ആ ശശി തരൂരിന് തിളങ്ങുന്ന മുഖം കാണാം. ശരി, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.